ക്ലാവ് സിവിക്കകത്താണ് കേട്ടോ. ഒരു ബഡ്ജറ്റഡ് EV, ഒരു 7 സീറ്റർ EV എന്ന് തീർച്ചയായിട്ടും വിളിക്കാം. 22 ലക്ഷം രൂപ സ്റ്റാർട്ട് ചെയ്യും, പ്രൈസ് 28 ലക്ഷം രൂപ ടോപ്പ് എൻഡ്. പക്ഷേ ഒരു ബേസ് വേരിയന്റ് തൊട്ട് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിന് അതൊന്നും യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. 2 ഇന്റീരിയർ കളർ ഓപ്ഷൻ, 6 എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻ, 4 വേരിയന്റ്. ഇപ്പോൾ റേഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 2 ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട്. 42 കിലോവാട്ടും അതുപോലെ 51.4. 51.4 490, മറ്റേ 404 ആണ് പറയുന്നത്. 169 bhp പവറും 255 Nm ടോർക്കും. പവർ ഫീച്ചറിൽ നിങ്ങൾ യാതൊരു ടെൻഷൻ വേണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് വണ്ടി. സ്പോർട്ട് മോഡിലേക്ക് പോവുകയേ വേണ്ട, നോർമൽ മോഡിൽ നല്ല പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട്. പിന്നെ സിംഗിൾ പെഡൽ ഡ്രൈവ് ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 4 എനർജി റീജനറേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചപ്പോൾ കിട്ടിയത് ഒരു കിലോവാട്ടിന് 8, അപ്പോൾ ഒരു 400 മേളിൽ കിട്ടും. ഇപ്പോൾ 9 ഉണ്ടെങ്കിൽ 450 മേളിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിക്ക് റേഞ്ച് കിട്ടും. അപ്പം തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 7 കിലോവാട്ടിൻ്റെ ഓപ്ഷനുണ്ട്, 7.4 ഉണ്ട്, 11 കിലോവാട്ടും ഉണ്ട്. നമ്മൾ പുറത്ത് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പീഡ് ചാർജ് ചെയ്യുന്ന ഏറ്റവും ലാഭകരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ MPV ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.